ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന പാൽപേടയുടെ റെസിപ്പി ആയിട്ടാണ്. 90s-ലെയും 80s-ലെയൊക്കെ കിഡ്സിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ ഇത്. ഇപ്പോൾ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽപേടയുടെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റായിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും കൂടെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പോളം നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് നെയ്യ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മിൽമയുടെ നെയ്യാണ്. ആ ഒരു കപ്പിന് തന്നെ 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് 1/2 കപ്പോളം നെയ്യ് മാത്രം എടുത്തിട്ടും ചെയ്യാം കേട്ടോ. അത് ഓയിലും കൂടെ ഒഴിക്കുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് പകുതിയാക്കി എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 250 ml കപ്പിന് 1 കപ്പോളം മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷമാണ് നമ്മൾ മൈദ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. കുറച്ച് ടൈം നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് പിന്നെ അത് ലൂസായിട്ടാണ് വരിക. ആദ്യം അത് ആ ഒരു ഓയിലിൽ അതേപോലെ നെയ്യിലും കിടന്നിട്ട് ഒന്നിങ്ങനെ ഡ്രൈ ആയിട്ട് വരും. എന്നാൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റോളം നമുക്ക് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണേ. ഇനി നമുക്ക് ഒന്നുകൂടി നല്ല ഹെൽത്തി ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പോളം ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. മൈദക്ക് പകരം ഗോതമ്പ് പൊടി ആകുമ്പോൾ ഇത്രത്തോളം അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഹെൽത്തി ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഫുള്ളായിട്ട് 1/2 കപ്പോളം നെയ്യ് മാത്രം എടുത്താൽ മതി, ഓയിൽ ഒഴിവാക്കിയിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നാൽ പെട്ടെന്ന് അങ്ങ് ആയിട്ട് വരുവേ. എല്ലാം കൂടി കുറച്ച് കഴിയുമ്പോഴേക്കിന് ഈ ഒരു ഇത് വിട്ടിട്ട് ഒന്ന് ലൂസായിട്ട് വരും കേട്ടോ. ഇപ്പോൾ അതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ലൂസായിട്ട് വരുന്നുണ്ടില്ല. ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു ടൈറ്റൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ലൂസായി വരുന്നുണ്ട്. കുറച്ച് ടൈമും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് ലൂസായിട്ട് കിട്ടും കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതാക്കിയെടുക്കാൻ. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതിയേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളേ. ഇപ്പോൾ അതാ ഏകദേശം ഇങ്ങനെ ലൂസായിട്ട് വരുന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ ലൂസായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് ലൂസായിട്ട് കിട്ടും കേട്ടോ. ആ ഒരു മൈദയൊക്കെ അതിൽ നിന്ന് നല്ലപോലെ ഒബ്സർവ് ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയിലൊക്കെ കുറവ് വന്ന് ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റോളം വേണം നമ്മൾ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അത് ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്, നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇതങ്ങ് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറഞ്ഞൊരു ചൂടോട് കൂടിയിട്ട് വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ. മൊത്തം തണുത്ത് പോയതിന് ശേഷം ആവരുത് ആഡ് ചെയ്ത് കൊടുക്കൽ. നമുക്കിങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ കൈവിരലൊക്കെ ഇങ്ങനെ അതിലേക്ക് ഇട്ട് നോക്കിയാൽ ഇങ്ങനെ ചൂടുള്ള ആ ഒരു രീതിയിൽ വേണം നമ്മളിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പിൻ്റെ മുകളിൽ 1/2 കപ്പും പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി കേട്ടോ എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തൊലിയൊക്കെ കളഞ്ഞ് കുരുവാക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ പഞ്ചസാര ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മൈദയുടെ മിക്സ് ഏകദേശം ഇങ്ങനെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഇതുപോലെ ഒന്നങ്ങ് ലൂസായിട്ട് ഉണ്ടാവും. ഇതുപോലെ ലൂസാക്കിയിട്ട് ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഏകദേശം ഇങ്ങനെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ കുഴച്ചൊക്കെ എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒന്ന് തണുത്ത് വരണം കേട്ടോ. നേരെ ചൂട് വേണേനും. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഒരു പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പാലിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ ഒരു പേടയിൽ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പഞ്ചസാര ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ.
സ്പൂൺ യൂസ് ചെയ്ത് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ അങ്ങ് കുഴച്ചെടുക്കുക കേട്ടോ. അങ്ങനാകുമ്പോഴേ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്താൽ മതി കേട്ടോ. കൈ വെച്ചിട്ട് നല്ല പോലെ അങ്ങ് നമ്മളിങ്ങനെ ചപ്പാത്തിക്കൊന്നും കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അങ്ങ് കുഴഞ്ഞ് വരും കേട്ടോ. കൈ വെച്ചിട്ട് പോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നതോട് കൂടിയിട്ട് തന്നെ അത് നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഈ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു രൂപത്തിലാട്ടോ ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് ആക്കി എടുത്താൽ മതിയേ. ഈ ഒരു രീതിയിലാണ് ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മളിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പാത്രം എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കൈവച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പിലും ആക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ ആക്കിയിട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്, അത് ഒന്ന് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പാത്രത്തിൻ്റെ സൈസിലാക്കിയിട്ട്. അതിനുശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കാൻ പറ്റുന്ന രൂപത്തിലൊന്ന് ആക്കിയെടുക്കുകയാണ്. ഇനി കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം ഒരു കവർ, പ്ലാസ്റ്റിക്കിൻ്റെ കവർ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ടിന്നിലേക്ക് കേട്ടോ. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് സ്ക്വയറിലുള്ള എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് സൈസ് കൂടുതലായതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് അങ്ങ് കട്ടിക്ക് കിട്ടില്ല കേട്ടോ. ഇനി ഇതിനെക്കാട്ടും ഒരു 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിലൊക്കെ ഇതുപോലെ പരത്തിയിട്ട് വെക്കാം കേട്ടോ. കുറച്ച് കട്ടിക്ക് വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പാൽപ്പേടയുടെ സൈസ് ഒന്നും കൂടെ കട്ടിക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൈസ് അനുസരിച്ചിട്ട് അതിൻ്റെ കട്ടി കുറയുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു വലിപ്പം കട്ട് ചെയ്തെടുക്കുമ്പോഴോ അതിൻ്റെ ഒരു വലിപ്പം കുറയും കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് പരത്തിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് ലൂസായിട്ട് വരും. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ പരത്തി കൊടുക്കുന്നതോട് കൂടിയിട്ട് തന്നെ ഒന്നിങ്ങനെ ലൂസായിട്ട് വരും. അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് രാവിലെ എടുക്കുകയെന്നുണ്ടെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുക്കുകയെന്നുണ്ടെങ്കിലും നല്ല പോലെ സെറ്റായിട്ട് കിട്ടും. നമുക്ക് പെട്ടെന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫീസറിൽ വെച്ചാലും മതി കേട്ടോ. 1 മണിക്കൂറോളം ഫീസറിൽ വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കി എടുത്താലും മതി. അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഗാർണിഷ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്തെടുക്കുന്നത് ആ ഒരു ഷേപ്പിന് കറക്റ്റായിട്ട് എന്തെങ്കിലും അതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ബദാമും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതുപോലെ ഒന്ന് ബദാം എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു പീസിന് കറക്റ്റായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ. അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ അതെല്ലാം വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഫീസറിൽ വെച്ചിട്ട് 1 മണിക്കൂറോളം പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഫീസറിലോട്ട് വെക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഓവർനൈറ്റോ അല്ലെങ്കിൽ കുറച്ചധികം ടൈം വെച്ചിട്ട് അങ്ങനെയൊക്കെ എടുത്താലും നല്ല പോലെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അത് പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഫീസറിൽ 1 മണിക്കൂറോളം ഒന്ന് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല പോലെ സെറ്റായിട്ട്. അപ്പോൾ ഈ ബട്ടർ പേപ്പർ വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു പാത്രത്തിൽ പെട്ടെന്ന് അങ്ങ് അടർത്തി എടുക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. അതുകൊണ്ടാണ് ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പതുക്കെ അതിൽ നിന്ന് ആ ഒരു ബട്ടർ പേപ്പർ അങ്ങ് എടുത്തിട്ട് മാറ്റിയെടുക്കാം. ഇനി ഒരു കത്തി ഉപയോഗിച്ച് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പതുക്കെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പേട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 80s 90s കിഡ്സിൻ്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തായാലും ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിവുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവർക്ക് എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി കൊടുക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.